ഇന്നലെ തൃശ്ശൂരിൽ നേഴ്സുമാരുടെ വലിയ സമരമായിരുന്നു ഇന്നലെ രാത്രി വളരെ വൈകിട്ട് ഇന്നലെ പുലർച്ചെ 3 മണി 4 മണിയൊക്കെ തന്നെ അവരവിടെ സമരം. കഷ്ടമാണ്. ഈ പെരും മഴയത്ത് അവർ പല മഴക്കോട്ട് ധരിച്ചിട്ടുണ്ട്. അവിടെ ഇവർ അമല ജൂബിലി ഹോസ്പിറ്റൽ ബാക്കി എല്ലാ ആശുപത്രികളും ശമ്പള വർധന എല്ലാം അംഗീകരിച്ചപ്പോൾ തൃശ്ശൂർ അതിരൂപതയുടെ അതിരൂപതയുടെയാണ്. അപ്പോൾ നമ്മൾ ആത്മീയ മാർഗത്തിൽ മനുഷ്യനെ സ്നേഹത്തിൻ്റെ ഭാഷ പഠിപ്പിച്ചിരുന്ന ഒരു മതസ്ഥാപനത്തിൻ്റെ ഒരു പ്രസ്ഥാനത്തിൽ ഇമാതിരി കാണിക്കുന്ന ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിലാണ് അവർ പെരുമാറിയത്. ആൻഡ്രൂസ് താഴത്തെ അവിടുത്തെ തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിന് ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. അത് നഴ്സുമാരെ പുച്ഛമാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഇവർ നമ്മൾക്ക് നിലയ്ക്ക് ചേർന്നവരല്ല ആണെങ്കിൽ അവിടെ ഇരുന്നോട്ടെ എന്നുള്ളതാണ്. മാത്രമല്ല ഇന്നലെ അവർ ചർച്ചയ്ക്ക് വിളിച്ച രസം കേൾക്കണ്ടേ. സാധാരണ അവരെ UN പ്രതിനിധികളെയാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ഇന്നലെ പാരം വിളിച്ചത് ഈ നഴ്സുമാരെ തന്നെ വിളിച്ചിട്ടാണ് അവരെ അവമാനിച്ചു വിടുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും ശമ്പള വർധന നൽകില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ തുടർന്നാണ് നേഴ്സുമാർ ഇന്നലെ അരവനയിൽ ബിഷപ്പ് ഹൗസിലേക്ക് അവർ അവിടെ എന്നിട്ട് ദേശീയപാത ഉപരോധിച്ചു മണിക്കൂറുകളോടെ ഉപരോധിച്ചെന്നു. അതെ. മാത്രമല്ല അവർ ചെയ്തത് നമ്മൾ രാത്രി ലൈവ് കണ്ടപ്പോഴേക്കും അതിൻ്റെ ഭീകരത മനസ്സിലായത്. ഇവർ ചെയ്ത് സ്ട്രീറ്റ് ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർക്ക് ഇതിൽ ബിഷപ്പ് ഹൗസ് എന്ന് പറഞ്ഞാണല്ലോ. എന്തിനാ ബാക്കി എല്ലായിടത്തും വിളിച്ചുകൊണ്ട് അവിടെ ഇരുട്ടാണ്. ഈ സ്ത്രീകൾ കുട്ടികളെ കൊണ്ടുവന്നിരുന്നത് പലരും വീട്ടിൽ കുഞ്ഞുങ്ങളെ തനിച്ചിരുത്താൻ കുടുംബാംഗങ്ങൾ കൂടെ രാത്രി മുഴുവൻ ഇരിക്കുക, അവരും കൂടെ വന്നായിരിക്കാം. രാത്രി ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നു. ആ ഭാഗത്ത് ഇരുട്ട് തന്നിരിക്കുന്നത്. കൂടാതെ വളരെ വിചിത്രമായ ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആംബുലൻസുകൾ തലങ്ങും വിലങ്ങും ഇതിനിടയ്ക്കുള്ള ഓടയാണ്. ആംബുലൻസിലൊന്നും ആരുമില്ല. ആംബുലൻസ് മറ്റേ സൈറനൊക്കെ ലൈറ്റൊക്കെ ഇട്ട് സൈറൻ വിളിച്ച് നിലവിളി ശബ്ദം കളിപ്പിച്ചുകൊണ്ട് തലങ്ങും വിലങ്ങും ഇതിനിടയിൽ തടയാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും തടഞ്ഞു പോയാൽ പറയാം ഏതോ ഒരു ആവശ്യം കിടന്ന രോഗിയെ കൊല്ലാൻ വേണ്ടി അവരെല്ലാം കൂടെ നേഴ്സുകാർ സമരം ചെയ്തെന്നുള്ള എന്താണ് അങ്ങനെ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കൂടെ ശ്രമിച്ചതായിരിക്കും അവർ. പക്ഷേ വളരെ വിചിത്രമായ കാഴ്ചകളായിരുന്നു. നമ്മുടെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയൊക്കെ ഒരു വൃത്തിയിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നഴ്സുകാരുടെ ശമ്പളം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. 25-30 വർഷം സർവീസ് ഉള്ളത് 40,000 രൂപയുടെ ശമ്പളം എന്നാണ്. അത്രയേ ഉള്ളൂ. തുടക്കത്തിൽ 15,000 രൂപ. ഇവരെ എല്ലാവർക്കും ഇവരെ സർവീസ് 3 വർഷം കഴിയുമ്പോൾ കോൺട്രാക്റ്റാണ് 3 വർഷമാകുമ്പോൾ തീരുന്നു, ഒന്നേ നിയമിക്കുന്നു. അപ്പം അങ്ങനെ പോവുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇവരോട് യാതൊരു മാനുഷിക പരിഗണനയും ഈ സ്ഥാപനങ്ങൾ കാണിക്കുന്നില്ല. തൃശ്ശൂർ അതിരൂപതയുടെ മാർ ആൻഡ്രൂസ് താഴത്ത് ഇതേമായിട്ട് ഇന്നലെ എന്തോ ചർച്ച നടന്നു. പക്ഷെ ചർച്ച ഏകപക്ഷീയമായിരുന്നു. ഏകപക്ഷീയമാണ്. അദ്ദേഹം ഇവരൊന്നും കേൾക്കാൻ പോലും തയ്യാറാവുന്ന എനിക്ക് തോന്നുന്നു. അതിന് സ്വഭാവ രീതിയാണ്. നമുക്കറിയാം, ഞാൻ ജീവണ്ടിയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ തുടക്കത്തിൽ ജീവണ്ടി തുടങ്ങിയപ്പം മാർ ജേക്കബ് തൂങ്കുഴിയായിരുന്നു അതിൻ്റെ ചെയർമാനായിരുന്നു. അദ്ദേഹം വളരെ വയസ്സായ ഒരു മനുഷ്യൻ, വളരെ ദയാലുവായ സ്നേഹസമ്പന്നമായ ഒരാളാണ്. അതിന് സ്ഥാപനം ഭംഗിയെ കൊണ്ടുവന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചെയർമാനായിട്ട് വരുന്നു. അന്നത്തോടുകൂടി ഈ സ്ഥാപനത്തിൻ്റെ കഷ്ടകാലം ആരംഭിച്ചു. കാരണം ഇദ്ദേഹത്തിന് എല്ലാം കച്ചവടമാണ്. എന്ത് നോക്കുമ്പോഴും ഈ മാധ്യമസ്ഥാപനം നടത്തുമ്പോൾ പോലും നമുക്ക് കുറച്ച് നഷ്ടം സഹിക്കേണ്ടി വരും. മാധ്യമസ്ഥാപനം നടത്തുമ്പോൾ അങ്ങനെയാണ്. ഈ കത്തോലിക്ക സഭയുടെ ഏക TV ചാനലാണത്. ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും പഴയ പ്രതാപത്തിലേക്ക് വന്ന് ജോയ് ആലുക്ക വരുന്നു തുങ്കുഴിയുടെ കാലത്ത്. അദ്ദേഹം ഭംഗിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എല്ലാം ഇദ്ദേഹം വരുന്നതോടുകൂടി അതെല്ലാം അട്ടിമറിക്കപ്പെടുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ചില കച്ചവടക്കാരെ കൊണ്ടുവരുന്നു, പിന്നെ ചാനലിൻ്റെ കാര്യങ്ങൾ ഇടപെടുന്നു. അതുകൂടി ആ ചാനലിലാരും കഷ്ടത്തിലായി. ഞങ്ങൾ എത്രയോ മാസം ശമ്പളമില്ല ജോലി ചെയ്യേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. എല്ലാവരും കളഞ്ഞിട്ട് വേറെ ജോലിക്ക് കുറേ പേരോടെ തുടരുന്നു. ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിഞ്ഞും കൂടാ. ഈ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ അസോസിയേഷനെ ബന്ധപ്പെടുത്താതെ ഇവര് നേരിട്ട് പക്ഷെ ഇതിനു വേണ്ടി ഇവര് ചെയ്യുന്നൊരു കാര്യം, വിശ്വാസികളടക്കം കുറെ അതിതീവ്ര വിശ്വാസികളുണ്ട്, ഇവരടക്കം ഈ അസോസിയേഷനും അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കും എതിരെ സൈബർ ആക്രമണം നടത്തി. ജാസ്മിൻ ഷായാണ് പ്രധാന ടാർഗറ്റ് ചെയ്യുന്നത്. അയാൾ ജിഹാദിയാണ്, അയാൾ മുസ്ലിം ആണെന്ന് പറഞ്ഞ അയാൾ ക്രിസ്ത്യസ്ഥാനങ്ങൾ അടച്ച കുടിക്കാൻ നടക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ സൈബർ അറ്റാക്ക് നടത്തുന്നുണ്ട്. അല്ലേ, അതൊന്ന് ആലോചിക്കണം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ക്രിസ്തു മതത്തിൽപ്പെട്ട ആളുകളാണ്, ക്രിസ്ത്യൻസ് ആണ്. അപ്പൊ അവർക്കാണ് ഇവർ ശമ്പളം നിഷേധിക്കുന്നത്. അവിടെയാണ് നമ്മൾ പറയേണ്ടത്. എന്നിട്ടാണ് ഇവർ പറയുന്നത് ജാസ്മിൻ ഷാ ജൂബിലേക്ക് ഏറ്റവും അധികം ബെഡുകളുള്ള ആശുപത്രിയാണ്, ഒരുപാട് രോഗികളുള്ള ആശുപത്രിയാണ്. അവിടെ നഴ്സുമാർ പണിയെടുക്കുക എന്ന് പറഞ്ഞല്ലേ, നമുക്കറിയാമല്ലോ പല ആശുപത്രികളിലും ഡോക്ടർമാർ ഇതിൻ്റെ എത്രയോ ഇരട്ടി പണിയാണ് ഈ നഴ്സുമാർ ചെയ്തത്. നമുക്ക് അറിഞ്ഞൂടാ. പലപ്പോഴും നഴ്സുമാർ യഥാർത്ഥ ജോലി എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. അത്ര നഴ്സുമാർക്ക് കൃത്യം ഡ്യൂട്ടി ടൈം ഇല്ല, അതറിയാമോ? അതായത് ഇപ്പൊ 8 മണിക്ക് കയറുന്ന ഒരു നേഴ്സിന് ഇപ്പൊ രാവിലെ 6 മണിക്ക് കയറുന്ന ഒരു നേഴ്സിന് വൈകിട്ട് 6 മണിക്ക് ഇറങ്ങി പോവാം. അപ്പോൾ 12 മണിക്കൂറാണെന്ന് ഓർക്കും. അപ്പോൾ തന്നെ ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ആൾക്കാർ, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് 8 മണിക്ക് ഇറങ്ങുന്ന നേഴ്സുമാർ, ഈ ഇറങ്ങുന്ന 8 മണി വരെയുള്ള ഒരു ഡ്യൂട്ടി, 8 മണിയാകുമ്പോൾ അവർക്ക് ചുമ്മാതെ എന്നൊക്കെ ബാഗ് എടുത്ത് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ഇവർക്ക് ഇത് ഓവർ കൊടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി. അതായത് ഒരു വാർഡിൽ നിൽക്കുന്ന ഒരു നേഴ്സ്, അവിടെ ഒരു 30 രോഗികൾ ഈ വാർഡിലുണ്ടെന്ന് വിചാരിക്കും, അവിടെ 2 നേഴ്സുമാരെയായിരിക്കും ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ നേഴ്സ് എന്ത് ചെയ്യണം, പുതുതായിട്ട് വരുന്ന നേഴ്സിന് ഓരോ പേഷ്യൻറ്റിൻ്റെയും കണ്ടീഷൻ വിവരിച്ചു കൊടുക്കും.
ഇന്ന നമ്പർ ബെഡിൽ ഇന്നയാൾ ഇന്ന മരുന്ന് വെച്ചിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്, ഇവർക്ക് ഫുഡ് കഴിപ്പിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ പറഞ്ഞു വരുമ്പോൾ 8 മണിക്ക് ഇറങ്ങേണ്ട ആൾ ഇറങ്ങുമ്പോൾ രാവിലെ 9:30 എങ്കിലും ആവും. ഈ 9:30 കഴിഞ്ഞാൽ ഇവരിവിടുന്ന് പോയി വൈകിട്ട് വീണ്ടും വന്ന് 6 മണിക്ക് ഡ്യൂട്ടിക്ക് കയറും. ഈ കയറുന്ന ഉടനെ എന്ത് സംഭവിക്കുന്നത്? ഈ 6 മണി എന്നുള്ളത് ഒരു അരമണിക്കൂർ ലേറ്റായി നോക്ക്. അപ്പോൾ ആ ഡ്യൂട്ടി ഒഴിയേണ്ട നേഴ്സ്, നേരത്തെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന നേഴ്സ് അത്രയും കൂടി താമസിക്കുകയാണ്. ഇനി ഇവരുടെ ശമ്പളം കിട്ടി. അങ്ങനെ പിന്നെ രാത്രി എന്ന് പറഞ്ഞാൽ ഓരോ പേഷ്യൻസിന് ആനുപാതികമായിട്ട് നേഴ്സുമാരെ ഇടത്തില്ല ഇവർ. ഒരു പേഷ്യന്റിനെ നോക്കണമെങ്കിൽ ഒരു നേഴ്സിന് എത്ര സമയം വേണം? അപ്പൊ ഈ ജൂബിലി അമലയൊക്കെ പോലുള്ള ആശുപത്രികളിൽ ഒരുപാട് ബെഡ് ഉണ്ടെന്ന് പറയുമ്പോഴേ ഓരോ നേഴ്സുമാർ എന്തോരം പണിയെടുക്കേണ്ടി വരും എന്നൊക്കെ ഊഹിക്കാന്നുള്ളത് അത്രേ ഉള്ളൂ. തുടക്കത്തിൽ 15,000 രൂപയുടെ ശമ്പളം എന്നാണ്. അതാണ്. അപ്പം എന്തായാലും വെളുപ്പിനെ 3 മണി വരെ ഇവര് റോഡ് ഉപരോധിച്ചു. അവസാനം ജില്ലാ കളക്ടർ ശിഖാ സുരേന്ദ്രൻ ഇവര് ഒരു കാരണവശാലും ഇവർ അടുക്കുകയില്ല എന്നുള്ള ഒരു ഇത് വന്നപ്പോഴാണ് ജില്ലാ കളക്ടർ വരുന്നത്. ജില്ലാ കളക്ടർ വന്നിട്ട് അവര് 3 മണിയായപ്പോൾ വന്നിട്ട് സർക്കാർ ഇടപെടും എന്ന് പറഞ്ഞൊരു ഉറപ്പ് കൊടുത്തു. പക്ഷെ സർക്കാർ എത്രത്തോളം ഇതിനകത്ത് ഇടപെടും എന്തെങ്കിലും തോന്നുന്നുണ്ട്? സർക്കാർ ഇടപെടുന്ന കാര്യം വളരെ സംശയം. എനിക്കതിൽ പ്രതീക്ഷയുള്ളത് കെ മുരളീധരൻ മാത്രമാണ്, ആരോഗ്യമന്ത്രി. പക്ഷെ അദ്ദേഹം മാത്രം വിചാരിച്ച് നടക്കില്ല, തൊഴിലുറപ്പ് മന്ത്രി കൂടെ ശ്രമിക്കും. തൊഴിലുറപ്പ് മന്ത്രിയും ആരോഗ്യമന്ത്രിയും മാത്രമായിട്ട് കാര്യമില്ല, മുഖ്യമന്ത്രിയുടെ ഇടപെടണം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ തന്നെ നമ്മൾ മുമ്പേ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞു, വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പം അവരെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് പിന്നെ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പറയുന്ന പുറമെ ഇവര് ഞാനൊരു ബിഷപ്പിന്റെയും തിണ്ണ നിരങ്ങാൻ പോകുന്നില്ല, ഞാൻ ഒരു സമുദായ നേതാവിന്റെ തിണ്ണ നിരങ്ങാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഇവർ, പക്ഷെ ഇവർ അണ്ടർഗ്രൗണ്ടിലൂടെ ഇവർക്ക് വശംവദരാണ്, ഇവർക്ക് വഴങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. അതിന് എന്തോ ഒരു സംശയം. അത് ഉറപ്പാണല്ലോ, അത് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നേഴ്സുമാർക്ക് ഈ സർക്കാരിൽ നിന്ന് നീതി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഏതായാലും കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു കാര്യം ഉറപ്പിക്കാം, അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് പോട്ട MLA അല്ല. അദ്ദേഹം തക്കരെ ആണ്ടൂർ സ്ഥാനത്തിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് മറ്റൊരുകാലാണ് അദ്ദേഹം. അതെ, എന്നാലും നേഴ്സുമാരുണ്ടല്ലോ. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ധൈര്യമായിട്ട് അതിന് ഇടപെടാം. തൊഴിൽ മന്ത്രി ഇടപെടണം ഇക്കാര്യത്തിൽ. മറുനാടൻ ഈ കാര്യത്തിൽ നേഴ്സുമാരൊപ്പം നിൽക്കുകയാണ്. അതിന്റെ പേരിൽ വലിയ രൂക്ഷമായ സൈബർ ആക്രമണം നമ്മുടെ നേരെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ചീഫ് എഡിറ്റർ പിന്നെ സൈബർ ആക്രമണം അദ്ദേഹത്തിന് പുത്തരി അല്ലാത്തതുകൊണ്ട് അദ്ദേഹം അത് മൈൻഡ് ചെയ്യുന്നില്ല. ഇന്നലെയും ലൈവ് കൊടുത്തു. നേഴ്സുമാർക്കൊപ്പം തന്നെ നിൽക്കുന്നത് ഇവരൊക്കെ പറയുന്നത് ജാസ്മിൻ ഷാ കള്ളനാണ്, ജാസ്മിൻ ഷാ അനധികൃത സമ്പാദ്യമാണ്, ജാസ്മിൻ ഷായുടെ പിന്നെ പ്രവർത്തനം സമുദായം പറഞ്ഞാണ്. അയാൾ നേതാവായതുകൊണ്ട് മാത്രം അയാള് എന്താ ക്രിസ്ത്യൻസിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മുസ്ലിം ആയിട്ടുള്ള അയാൾ വരുന്നവരെ ജാതി നോക്കിയിട്ട് പിന്നെ ബാക്കി എന്താണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പ്രചരിപ്പിക്കുക. ഇത് ഏറ്റെടുത്ത് ഈ സഭയിൽ ഒരു വിഭാഗം ബാക്കിയുള്ളവർക്ക് നേരെ രൂക്ഷമായ സൈബർ ആക്രമണം അഴിച്ചുവിടുക. പക്ഷെ ഒന്ന് ആലോചിക്കണം, ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്ന ഈ സഭയെപ്പെട്ടവരാ. സഭയുടെ സ്ഥാപനമാണെന്ന് കരുതി അവർക്ക് ചെയ്യുന്ന ജോലിക്കുള്ള നഴ്സിംഗ് മേഖലയിൽ ഏറ്റവും ജോലി ചെയ്യുന്നത് ക്രൈസ്തവ ഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ തന്നെയാണ്, പുരുഷന്മാരുണ്ട്, ആളുകളാണ്. ഇന്ന് വിദേശത്ത് നമ്മൾ എടുത്തു നോക്കുക, നമ്മൾ UK ആണെങ്കിൽ അമേരിക്കയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും നേഴ്സുമാരെ ജോലി ചെയ്യുന്നത് നമ്മുടെ മലയാളികളായ കൂടുതൽ ക്രൈസ്തവ ഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ തന്നെയാണ്. അവർക്ക് അവിടെ നല്ല ഡിമാൻഡാണ്, അവർക്ക് നല്ല പേരാണ്. വിദേശ രാജ്യങ്ങൾക്ക് നേഴ്സുമാർക്ക് നല്ല, ഈ കേരളത്തിൽ നിന്ന് പോകുന്ന നേഴ്സുമാർക്ക് വളരെ നല്ല പദവിയും ശമ്പളവും ആനുകൂല്യമൊക്കെ അവിടെ ലഭിക്കുന്ന വിദേശ രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ഇട്ടിട്ട് ഈ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. പക്ഷേ ഇവർ ഈ അനുസാരത്തിനെ പോലുള്ള ഒരാൾ സ്നേഹമാണ് ഏറ്റവും വലുത്, ഇതിനെപ്പോലെ തന്നെ ആൾക്കാരെ സ്നേഹിക്കണമെന്ന് ക്രിസ്തുവിൻ്റെ പിൻഗാമികളായ ഇവർ പറയുന്നത് ഒരു മിനിമം മര്യാദ കാണിക്കണ്ടേ ഇവരുടെ അടുത്തെങ്കിലും? മനുഷ്യരല്ലേ ഇവരൊക്കെ? അതൊന്നും മാത്രമല്ല, ഈ ആശുപത്രി വരുമാനം, ഈ ആശുപത്രികൾക്ക് ഈ അമലയെ ജൂബിലി എന്ന് പറഞ്ഞ വർഷം 300-400 കോടി വരുമാനമുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ചെറിയ വീതം ഒന്ന് ഇവർക്കൊന്ന് കൊടുത്താൽ പോരെ. അല്ല, ഇവര് പ്രത്യേകിച്ച് സഭകളൊക്കെ എന്ന് പറഞ്ഞാൽ സർവീസിനാണല്ലോ പ്രാധാന്യം. അതെ, സർവീസിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ വരുമാനം അപ്പം അല്ലെങ്കിൽ ഞങ്ങൾ പറയണം, ഞങ്ങൾ വളരെ കുറച്ച് പണമേ മേടിക്കുന്നു, ഞങ്ങൾ ഓരോ ചികിത്സയ്ക്കും ഇത്രയ്ക്ക് ചെലവേ മേടിക്കുന്നു, അപ്പോൾ ഞങ്ങൾക്ക് അതനുസരിച്ച് കൊടുക്കാൻ കഴിയും. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം ഈ ബാംഗ്ലൂർ കർണാടകത്തിലെ വൈറ്റ് ഫീൽഡിലുള്ള സായിബാബ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്, അവിടെ സൗജന്യമാണ്, അവിടെ പൂർണ്ണമായ സൗജന്യമാണ്. അത് അവരുടെ ഈ ചികിത്സാ സഹായം അവരുടെ ചാരിറ്റിയുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. അതെ, ഇതുപോലെ ഇവർക്കും ചെയ്യാം. ഒന്നുകിൽ ഇവരെന്ത് ചെയ്യണം, കാശ് കുറച്ച് മേടിക്കണം രോഗിയുടെ കയ്യിൽ, ഇല്ലേ? അതെ, ഇതൊരു കാശ് കുറച്ച് മേടിക്കുക അല്ലല്ലോ ചെയ്യുന്നത്, രോഗിയുടെ കയ്യിൽ നിന്ന് കൃത്യമായിട്ടുള്ള പണം മേടിക്കുന്നുണ്ട്. എന്നാൽ നേഴ്സുമാർക്കും മറ്റു ജീവനക്കാർക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നില്ല. സർക്കാർ പറയുന്ന മിനിമം വേജെങ്കിലും ഇവർ കൊടുക്കണ്ടേ? അതാണ് സർക്കാർ തീരുമാനിച്ചത്. എന്നിട്ട് വീട് സർക്കാർ പറയട്ടെ എന്ന് ഇവർ പറഞ്ഞിട്ട് സർക്കാർ ഇടപെടണം. സർക്കാർ പറയണം, ഇനി 2 ആശുപത്രിയിലുള്ളൂ, ബാക്കി എല്ലാവരും അനുസരിച്ച് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ. അതെ, ഇത് അഴകുഴമ്പ നിലപാടുണ്ടാക്കും. കാരണം എനിക്ക് തോന്നുന്നില്ല UDF സർക്കാർ ഇതിനകത്ത് കൃത്യമായിട്ട് ഇടപെടും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല.
ഇവർ പുറമേ ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ ഇവർ ഉള്ളിൽ ഇവരുടെയൊക്കെ വശംവദനാണ്. അത് അവരുടെ ഒരു അല്ല ശീലമാണ്, മാത്രമല്ല ശൈലിയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ കേരളത്തിലെ വലിയ മാധ്യമങ്ങൾ ആരും തന്നെ ഇതിൽ പങ്കെടുക്കുന്നില്ല, ഇതിനൊക്കെ കൊടുക്കത്തില്ല, റിപ്പോർട്ട് കൊടുക്കത്തില്ല. ഇന്നലെ ഇത്രയും രാത്രി പ്രശ്നം ഉണ്ടായി, അവിടെ അവർ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഈ ആംബുലൻസ് സ്ഥലങ്ങളും മരങ്ങും ഓടിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ രാത്രി മുഴുവൻ മഴയത്ത് അവിടെ നിന്നും ഇതൊന്നും ആരും കണ്ടിട്ടില്ല. എല്ലാവരും ഞങ്ങൾ നേരോടെ തറപ്പം ഞങ്ങൾ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയും, പക്ഷെ ആർക്ക് ധൈര്യമില്ല. നമ്മൾ മറുനാടൻ മലയാളി കൊടുത്തു, പിന്നെ ഈയിടത്ത് വന്ന ബിഗ് ടി വി ഇന്നലെ ട്രീ കട്ടർമാരൊന്നും നോക്കിയില്ലല്ലേ? ഇല്ല അവർക്കൊക്കെ പ്രശ്നമല്ലേ, ഓക്കെ. ഇതൊന്നും അവർക്ക് ബാധകമേ അല്ല. നേഴ്സുമാരും നമ്മൾ ആശുപത്രി കിടക്കുമ്പോൾ ചിന്തിച്ചാൽ മതിയല്ലോ എന്നവർ വിചാരിക്കും, അത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ മലയാളി നേഴ്സുമാരുടെ അന്തസ്സ് ഉയർത്തി പിടിക്കാൻ നമ്മളൊക്കെ മാത്രമേ ഇന്നിവിടെ ഉള്ളൂ, ഈ മാധ്യമങ്ങൾ വേറെ അപ്പൊ ആരും ഇല്ല ഇവര് ജോലി ബഹിഷ്കരിച്ച് സമരം തുടരാൻ തന്നെയാണ് തീരുമാനം തോന്നുന്നു.